ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇട്ടപ്പോൾ മില്യൺസ് കണക്കിന് വ്യൂ കിട്ടിയ റെസിപ്പി ആയത്. 2 ഫുൾ കോഴിക്കുള്ള റെസിപ്പി പറയാം. ക്യുമിൻസീഡ് 1 ടേബിൾ സ്പൂണ്, മല്ലിക്കുരു 1 ടേബിൾ സ്പൂണ്, കശ്മീരി ചില്ലി 1 പൊടിക്ക്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ഗാർലിക് 4-5 എണ്ണം എടുക്കാണ്ട് ഒരു മിക്സി എടുക്കുക. വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതേപോലെ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിൽ ആവശ്യത്തിന് കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ, അത് ഏകദേശം നമ്മൾ 5-6 ടേബിൾ സ്പൂണോളം ഒഴിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ. പിന്നെ നമ്മളെ സ്കിന്നോട് കൂടിയുള്ള കോഴി എടുക്കാൻ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായി മസാജ് ചെയ്യണം. ആ സ്കിന്ന് കീറരുത്. ആ ബ്രസ്റ്റിന്റെ ഭാഗം വേണമെങ്കിൽ കത്തിയോട് കീറി ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കും. നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു ഉള്ളി, അതുപോലെ തന്നെ ഗാർലിക്, പച്ചമുളക് ഇതൊക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് കാപ്സിക്കം ഇടുക, അതുപോലെ തന്നെ പട്ട ഇടുക, ഗ്രാമ്പു ഇടുക, ഏലക്കായ ഇടുക, അതുപോലെ തന്നെ ക്യുമിൻ സീഡ് ഇടുക, അതുപോലെ തന്നെ ബേ ലീഫ് ഇടുക, അതുപോലെ മല്ലിക്കുരു, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുത്ത് അതിനുശേഷം ബസ്മതി റൈസ് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് അരി എടുത്ത് ഇതിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കണം. വെള്ളം നോർമൽ വെള്ളമാണ്, ചൂടാക്കിയ വെള്ളമൊന്നുമല്ല. 1 കപ്പ് റൈസിന് 1.5 എന്നുള്ള വെള്ളം എടുത്താൽ മതി. അതിന് കണക്കായിട്ട് ചെയ്യാൻ ഞാൻ 1 കിലോ റൈസ് എടുത്ത് എന്നിട്ട് ഫോയിൽ ഇങ്ങനെ വെച്ച് മൂടിയിട്ട്, നല്ല കട്ടിയുള്ള ഫോയിൽ ആയിരിക്കണം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ചിക്കൻ വെക്കുക. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ ഫോയിൽ ഇട്ട് മൂടുക. നല്ല ബന്ധാക്കുക. എന്നിട്ട് സ്ലോ ഫ്ലെയിം 3/4 മണിക്കൂർ വെക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നല്ല അടിപൊളി മന്തിയും അതേപോലെ തന്നെ റൈസും സൂപ്പർ. അപ്പൊ എല്ലാവരോടും ബൈ. ഇത് ഷെഫ് ഷമീമാണ്.